ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അതിനെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ആ സിനിമയുടെ പ്രോസസ്സ് മൊത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്തുഘട്ടം മുതൽ അന്ന് എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ധാരണകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പം തന്നെ ഇങ്ങനെയൊരു കഥ വന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അസിസ്റ്റൻ്റായിട്ട് ഇരുന്നപ്പം തന്നെ ഞാൻ എൻ്റെ അടുത്ത് കഥ പറയാൻ വന്ന ഷാഹി കബീറിനെ എനിക്ക് ഓർമ്മ വന്നു. അപ്പം തന്നെ ഞാൻ ഷാഹി കബീറിനെ വിളിച്ചു അല്ലേ. അപ്പോൾ ഷാഹിനെയും വിളിച്ചു. അപ്പോൾ ഷാഹി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നോട് വന്ന് നറേറ്റ് ചെയ്ത കഥയുടെ ഒരു പാറ്റേണിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ സ്റ്റഫുള്ള ആളാണ്, ഇയാൾക്ക് ജീവിതങ്ങളെയും മനുഷ്യരെയൊക്കെ കൃത്യധാരണയോടുകൂടി അറിയാവുന്ന ആളാണ്, പോലീസിൽ അകമഴിഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് അങ്ങനെ പോലീസിനെയൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം തോന്നിയുകൊണ്ട് ഞാൻ ഷാഹിനെ ആണ് ആദ്യം വിളിക്കുന്നത്. ഷാഹിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആ പടം എഴുത്ത് അല്ലാതെ ഒരു പടം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു പടം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷാഹി റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ ഷാഹി ആ ഘട്ടം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തൊണ്ടി മുതൽ. അപ്പോൾ ഷാഹിയാണ് പോലീസുകാരെ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രൊസീജിയറുകൾ, അവരുടെ അവസ്ഥകൾ, സാഹചര്യങ്ങളൊക്കെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ആ ഘട്ടത്തിൽ നറേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, കുറച്ച് ക്യാരക്ടേഴ്സിനെ എല്ലാവരും തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അഭിനയിപ്പിക്കാം എന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസുകാർക്കിടയിൽ ഒരു ഓഡിഷൻ നടത്തി 10-21 പോലീസ് ഉദ്യോഗസ്ഥരെ ആ പടത്തിൽ കാസ്റ്റ് ചെയ്തു. അങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇപ്പോൾ അഭിനയിക്കാൻ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞു ഷാഹി അടക്കമുള്ള 10-22 പോലീസുകാർ തൊണ്ടിപോലെ ദൃക്സാക്ഷിയും എന്ന സിനിമയുടെ സെറ്റിൽ ഉടനീളം ഉണ്ടായിരുന്നു. അവരുടെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അതിന് അത്രയും ആധികാരികതയും കൃത്യതയും വന്നിട്ടുണ്ടെങ്കിൽ വരുത്തിയിട്ടുള്ളത്. താങ്ക് യു.